ورأيت رجلا من أمتي قد بسط عليه عذاب القبر فجاءه وضوءه فاستنقذه من ذلك. ورأيت رجلا من أمتي എൻ്റെ സമൂഹത്തിലെ ഒരാളെ ഞാൻ കണ്ടു ഖദ് ബുസിത അലൈഹി അദാബുൽ ഖബരി ഖബറിന്റെ അദാബ് അയാളുടെ മേൽ വിരിച്ചു കൊടുത്തിരിക്കുകയാണ്. ഖബറിന്റെ അദാബ് അല്ലാഹു വിരിച്ചു നിർത്തിയിരിക്കുന്നു. അആദനല്ലാഹ്, അല്ലാഹു നമ്മെ ഖബറിന്റെ അദാബിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ അദാബ് അയാളെ സമീപിക്കുമ്പോൾ ഓടി വരുന്നത് ഫജാഅഹു വുളൂഉഹു, അയാളുടെ വുളൂ ഓടി വന്നു. ഫസ്തൻഖദഹു മിൻ ദാലിക, ആ അദാബിൽ നിന്നും അവന്റെ വുളൂ അവനെ തടയുകയും വുളൂ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഫസ്തൻഖദഹു, വുളൂ വന്ന് രക്ഷപ്പെടുത്തി. ഇയാളെ ശിക്ഷിക്കല്ലേ, ഇവൻ ശരിക്കും വുളൂ എടുത്ത ആളാണ് എന്ന് വുളൂ വന്ന് പറയുന്നത് ഞാൻ കണ്ടു എന്ന് റസൂലുള്ളാഹി. ഇവിടെ ആധുനികരായ ഹദീസിന്റെ ഗവേഷകന്മാരുണ്ട്. സുഹഹഹു ഇബ്നു തൈമിയ്യ വബിൽ ഖയ്യിം ഷഹാദത്തി ഉസൂൽ സുന്നത്തി ലഹു എന്ന് പറഞ്ഞ നവാദുൽ ഉസൂൽ ഇമാം ഹകീം തുർമുദി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ്. ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത് സ്വഹീഹായ ഹദീസാണെന്നാണ്. അദാബുൽ ഖബർ വന്നിരിക്കുകയാണ്. വുളൂ വന്നു. ആ വുളൂ ഇവൻ എന്നെ ശരിക്കും വുളൂ എടുത്ത ആളാണ്, അതുകൊണ്ട് പോകണം, ഇയാളെ അദാബ് ചെയ്യല്ലേ എന്ന് ഖബറിലേക്ക് അദാബുകൾ വുളൂ വരികയും തട്ടിമാറ്റുകയും ചെയ്യുന്നത് ഞാൻ കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് വുളൂ എടുക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ച്, നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു മനുഷ്യന്റെ നിസ്കാരത്തിൽ എത്ര ശ്രദ്ധയുണ്ട് എന്ന് വുളൂ കണ്ടാൽ മനസ്സിലാവും. വുളൂയിൽ ശ്രദ്ധ ഉണ്ടോ എന്ന് അവന്റെ നിസ്കാരവും ശ്രദ്ധിക്കും. നിസ്കരിക്കുമ്പോൾ ഓർമ്മ വരുന്നില്ല, അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയാണ് എവിടേക്കോ യാത്ര ചെയ്ത് തിരിച്ചു വരിക. നിസ്കാരം കഴിയുമ്പോഴേക്കും ഇമാമിന് എത്ര തിരുത്തി കൊടുക്കാന്ന് പോലും അറിയില്ല, എത്ര റക്അത്ത് ആയി എന്നും അറിയില്ല. ആകെ ഹെറാനിയത്തില ഇമാമും മമ്മും ഒക്കെ. ഇങ്ങനത്തെ ഒരു നിസ്കാരമൊക്കെ അല്ലാഹു കബൂലാക്കുമെന്ന് അറിയില്ല. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. വുളൂ എടുക്കുന്ന സമയത്ത് അറിയുന്ന ആ വുളൂവിനെ ഖിബ്ലയിലേക്ക് മുന്നിട്ട് വുളൂവിന്റെ ആദാബുകളും ആ ഒരു ദിക്റൊക്കെ ചൊല്ലിയിട്ട് എന്റെ മുഖം കഴുകുമ്പോൾ എന്റെ കണ്ണുകൊണ്ട് ചെയ്ത തെറ്റൊക്കെ ഒഴിഞ്ഞു പോവുകയാണ്. കൈ കഴുകുമ്പോൾ കൈ കൊണ്ട് ചെയ്ത തെറ്റുകൾ പോകുന്നു, ചെറുദോഷങ്ങൾ. ഇടത് കൈ തല കൊണ്ട് ചിന്തിച്ചത് തല തടവുമ്പോ, കാലുകൊണ്ട് നടന്നുപോയത് കാല് കഴുകുമ്പോ, അതൊക്കെ പൂർത്തിയാക്കി എടുക്കുന്ന വുളൂ, ആ വുളൂ നാളെ ഒന്ന് രക്ഷപ്പെടുത്തുന്നു. അതുകൊണ്ട് സോക്സമ തടവിട്ടുള്ള വുളൂ നമ്മൾ ചെയ്യേണ്ട, ദയവ് ചെയ്തിട്ട് വെറുതെ ഒരു നൂൽപ്പാലത്ത് നിൽക്കുന്ന പണി ചെയ്യേണ്ട. രക്ഷപ്പെടോ ഇല്ല, പറ്റൂല എന്ന് പറഞ്ഞാൽ പിന്നെ പറ്റുമായിരിക്കും എന്ന് വിചാരിച്ച് ചെയ്യേണ്ട കാര്യമുണ്ടോ? പറ്റില്ലെങ്കിലോ? അവന്റെ മാനേജർ ചെയ്യണ്ടല്ലോ. മാനേജർ ഒന്നല്ല ഇവിടെ ഫത്വ പറയേണ്ട ആൾക്കാർ. മറ്റേ അറബി ചെയ്യണ്ടല്ലോ, അതൊന്നും നോക്കിയിട്ട് ചെയ്യണ്ടേ. വുളൂ ചെയ്യുമ്പോ കാല് കഴുകണമെന്നത് ഖുർആനിന്റെ നസ്വാൻ, ഖുർആൻ ഉറപ്പിച്ചു പറഞ്ഞ വിഷയമാണ്. ഇദാ ഖുംതും ഇലസ്സലാ എന്ന് പറഞ്ഞ് വുളൂഇൽ കഴുകേണ്ട വിഷയങ്ങൾ പറഞ്ഞ വഅർജുലകും ഇലൽ കഅബൈൻ, കാല് മടമ്പ് വരെ കഴുകണം അല്ലാഹ് പറഞ്ഞ കമാൻഡാണ്. അതിലൊരു ഇളവുള്ളത് ഖുഫ ധരിക്കുമ്പോഴാണ്. തോലിൻ്റെതാ ഖുഫ എന്ന് പറഞ്ഞാൽ, നമ്മുടെ സോക്സ് ഒന്നും ഖുഫ എന്ന് പറയാൻ പറ്റൂല. കാലും മടന്നതൊക്കെ ഖുഫ എന്ന് പറയാൻ പറ്റുമോ? സ്ലിപ്പറിനെ പറ്റി നമ്മൾ ഷൂ എന്ന് വാദിക്കോ? ഇല്ലല്ലോ. എന്ന പോലെ ചെരുപ്പൊന്ന് വേറെയാ, ഷൂ ഒന്ന് വേറെ, ഖുഫ എന്ന് വേറെയാണ്, സോക്സ് എന്ന് വേറെയാ. അതുകൊണ്ട് ആ സോക്സ് തടവിട്ടുള്ള വുളൂ നഷ്ടപ്പെടുത്തിയാൽ ഈ വരവ് വരൂല. വുളൂ ആയിക്കോട്ടെ, എന്നെ നഷ്ടപ്പെടുത്തിയ ആളല്ലേ, ആയിക്കോട്ടെ, ഞാൻ അവനെയും വിടുകയാണ് എന്നവർ പറഞ്ഞേക്കും. വുളൂ കൃത്യമായിട്ട് ചെയ്യാം. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രത്യേകിച്ച് നമ്മളൊക്കെ മടിയന്മാരായതുകൊണ്ടായിരിക്കും ഈ സോക്സിന്റെ മസലൊക്കെ വന്ന കാലം എപ്പോഴും അല്ലാഹു ടിഷ്യൂ വെക്കണം. എല്ലാ ബാത്റൂമുകളും ടിഷ്യൂ വെക്കുന്നുണ്ട് അല്ലേ. ഒന്ന് കാല് ഡ്രൈ ആക്കാൻ സഹായിക്കൂലേ? എന്റെ ഷൂ സ്റ്റിങ് മോശപ്പെട്ട മണം വരുമെന്ന് വിചാരിച്ച് കാല് നനക്കാതെ പോകുന്ന പിഷ്കന്മാരുണ്ടാവും. ഷൂ ആണോ ഒതുവിനെക്കാട്ടും വലുത്. ആ കാലൊക്കെ ഒന്ന് ഉണക്കാൻ കുറച്ച് ടിഷ്യൂ പോക്കറ്റ് കരുതിക്കോ, ഒരു ക്ലോത്ത് കരുതിക്കോ. അല്ലെങ്കിൽ ബാത്റൂമിലൊക്കെ സൗകര്യം ഉണ്ടല്ലോ, എത്ര മനോഹരമായിട്ട് വുളൂ ചെയ്യാം. എന്നിട്ട് കാലൊക്കെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് സോക്സ് ഒക്കെ ഇട്ട് പോയിക്കോ, കുഴപ്പമില്ല. കാല് കഴുകണം. കഴുകാതിരിക്കുക, കാല് തടവിയാൽ അല്ലാഹു അംഗീകരിക്കും എന്ന് പറഞ്ഞത് വുളൂ ഉണ്ടായിരിക്കെ വുളൂഇന്റെ അവസ്ഥയിൽ കാലിന്റെ പകുതിയോളം വരുന്ന അവസ്ഥയിൽ തോല് കൊണ്ടുണ്ടാക്കിയ ഷൂ, അതിനാണ് നമ്മൾ ഖുഫ എന്ന് പറയാം. അതുകൊണ്ട് നടക്കാൻ പറ്റണം, കീറിപ്പോവരുത്. അത് വെള്ളം അബ്സോർബ് ചെയ്യുന്നതാവരുത്. അത് താഴെ വെച്ചാൽ ഒറ്റക്ക് നിൽക്കാൻ പറ്റുന്നതാവണം. സോക്സൊക്കെ നിൽക്കാൻ പറ്റും, സോക്സിന് താഴെ വീഴൂലേ? അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കണ്ടീഷൻ ഒത്തതിനാണ് ഖുഫ എന്ന് പറയാം. ആ ഖുഫ നിങ്ങൾ വുളൂഇന്റെ അവസ്ഥയിൽ ധരിച്ചു, പിന്നെ ഒരു വുളൂ മുറിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ആ ഖുഫന്റെ മേലെ 3 പ്രാവശ്യം തടവിയാൽ മതി. ഇതാണ് മസ്അല. അപ്പൊ അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കുക. ഇത് തിരിച്ചു മറിച്ചൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഏതാണ് മനസ്സിനെ യോജിക്കുന്നത്, തെളിവുകൾക്ക് ബോധ്യമാകുന്നത്, അതനുസരിച്ച് അമൽ ചെയ്തോളൂ ഇൻഷാ അല്ലാഹ്. അപ്പോ വുളൂ രക്ഷപ്പെടുത്തണമെങ്കിൽ വുളൂ ക്ലിയർ ആയിരിക്കണം.
അല്ലാഹു തആല സഹായിക്കുമാറാകട്ടെ.